നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ന് കാണുന്ന ഈ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന ബന്ധം രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങൾ വന്നേക്കാം. ആ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കാം. പക്ഷേ ആ ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പലർക്കും കോമണായി തോന്നിയിരിക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതും, മറ്റൊന്ന്, ഇന്ത്യ വർഷങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കയ്യിൽ നിന്ന് ബില്യൺസ് ഓഫ് ഡോളർ വർത്തുള്ള ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് മാറിയതുകൊണ്ടെന്ന് പറയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്ത് അത്രമാത്രം പ്രസക്തി ആർജിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരിധിവരെ ഡൗട്ട്ഫുൾ ആയിരിക്കുന്ന ഒരു ആൻസർ ആണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഗൾഫ് രാജ്യങ്ങളോട്ടും ബാക്കിയുള്ള പല രാജ്യങ്ങളോട്ടും ചേക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് മെച്ചപ്പെട്ട ജീവിതശൈലി അവിടെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു, മികച്ച സാമ്പത്തിക ഭദ്രത അവർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്ത് ഈ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും ഒരേപോലെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമുണ്ട്. ഈ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിയാതെ പോയിരിക്കുന്ന ചില വാർത്തകളുണ്ട്. ഈ വാർത്തകളെ പറ്റിയും അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവർ സൗദി അറേബ്യയിലോട്ടും യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളോട് നടത്തിയിരിക്കുന്ന സന്ദർശനം. ഈ സന്ദർശനം എന്താണെന്നും ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യയും ഈ പറയുന്ന രാജ്യങ്ങളുമെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്ന നേട്ടങ്ങളും അതിലോട്ടുള്ള നീക്കങ്ങളും എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത് അത്യാവശ്യമായ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഭാവിയെയും നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ഭാവിയെപ്പോലും നിശ്ചയിക്കുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് തുടക്കമായിട്ടും ഈ യാത്രകൾ മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി നടത്തുന്ന യാത്ര ഇത്രമാത്രം മാറ്റത്തിന് കാരണമാകുന്ന സംശയം നിങ്ങൾക്ക് തോന്നിയേക്കും. ആ സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാൻ സാധിക്കും. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന കാര്യമാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ സന്ദർശനം എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അറിയേണ്ടത്. 2024 സെപ്റ്റംബർ 8 എസ് ജയശങ്കർ അവർ സൗദി അറേബ്യയിലെ റിയാദിലെത്തുകയും റിയാദിലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കുന്ന GCC കൗൺസിലുമായിട്ട് ഒരു യോഗം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെയും ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഈ GCCയുടെയും ആദ്യത്തെ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയായിരുന്നു വിശേഷിപ്പിക്കുന്നത്. ഈ GCC പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഗൾഫ് മേഖലയിലുള്ള 6 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള കച്ചവടവും അവർ തമ്മിലുള്ള കൂട്ടായ്മയും ശക്തമാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു GCCയുടെ മെമ്പേഴ്സ്, അതായത് ഈ 6 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് സംയുക്തമായ ചർച്ച നടത്താനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ലക്ഷ്യം വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി അറിയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓയിൽ മണി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ കേട്ടിരിക്കും. അതായത് ഓയിൽ വിറ്റ് അതിലൂടെ പണം സ്വന്തമാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ പലതരത്തിലുള്ള നേട്ടം സ്വന്തമാക്കാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യമാണ് ഈ ഒരു ഓയിൽ മണി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഓയിൽ മണി ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയും റഷ്യയും ഇന്നും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. സോ ഓയിൽ മണി എന്ന് പറയുന്ന കാര്യത്തിന് ഇന്ന് പ്രസക്തി ആർജിക്കുന്നുണ്ടോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ചുറ്റുപാടും കണ്ടോട് നോക്കുകയാണെങ്കിൽ കുറേയധികം ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കാണാൻ സാധിക്കും. സോ നമ്മുടെ ഭൂമിയിൽ തന്നെ കാര്യമായ മാറ്റം സംഭവിക്കുകയാണ്. മനുഷ്യർ മറ്റൊരു ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ അവസരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ കൈവശമുള്ള ഓയിലും അവരുടെ കൈവശമുള്ള ആ ഒരു ധാതു സമ്പത്തെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ലാതെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിരിക്കുന്ന ഓപ്ഷനിലോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൾട്ടർനേറ്റീവ് ആയിരിക്കുന്ന ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഈ GCC മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മറ്റൊരു രാജ്യത്തോട്ട് ചെന്നിട്ടുണ്ട്. ആ രാജ്യത്തിലോട്ട് ചെല്ലാനുള്ള കാരണം എന്താണെന്നും അവിടെ എന്താണ് ചർച്ച ചെയ്തത് പറയുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നത്. ആ രാജ്യം മറ്റൊന്നുമല്ല, ജർമ്മനി തന്നെയാണ്. ഇന്ത്യയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. സോ ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം 2ാം ലോക മഹായുദ്ധ കാലശേഷം കാര്യമായിട്ടുള്ള മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ഒരു കാലഘട്ടത്ത് ഇന്ത്യയുമായിട്ട് പല മേഖലകളിലും എതിർപ്പ് രേഖപ്പെടുത്തിയ ജർമ്മനി ഇന്ന് ഇന്ത്യയുമായി സഹകരിച്ച് യൂറോപ്പിലെ ഒരു മോസ്റ്റ് പവർഫുൾ കൺട്രി ആയിട്ട് മാറാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് പറയേണ്ടിയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ജർമ്മനി ഇന്ത്യയിലെ പല കമ്പനീസിലും പല മേഖലകളിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ജർമ്മനി എന്ന് പറയാം. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ജർമ്മനിക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സോഫ്റ്റ് പവർ എന്താണെന്നും ആ രാജ്യത്തിലുള്ള സാമ്പത്തികമായിരിക്കുന്ന ആ ഒരു നേട്ടം എത്രമാത്രം കൊയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ജർമ്മനി 1990-കളിൽ തന്നെ ഇന്ത്യയിലെ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യാനും അവിടെയുള്ള പല മേഖലകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും
ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാം. സോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജർമ്മനിയിലോട്ട് ചെന്ന് ജർമ്മനിയുടെ ചാൻസലറും അവരുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ട്രേഡ്, കച്ചവടവും മറ്റു പല മേഖലയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റും എത്രമാത്രം സ്ട്രോങ് ആക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യമാണ്. സോ ജർമ്മനി ഇന്ത്യയുമായിട്ട് ഇൻവെസ്റ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നു, പല മേഖലയിലും പുതിയ പല മാറ്റങ്ങൾ കൈകോർക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അറിയേണ്ടത് ഇതേ വിദേശകാര്യമന്ത്രി അടുത്തായിട്ട് ചെല്ലാൻ പോകുന്ന ഒരു രാജ്യമാണ്. ഇത് മറ്റൊന്നുമല്ല, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിന് എന്താണ് പ്രത്യേകത ചോദിച്ചാൽ എല്ലാവരും പറയും കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് പോകുന്ന രാജ്യമാണ്. പക്ഷേ സ്വിറ്റ്സർലാൻഡിലുള്ള മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ജനീവ എന്ന് പറയുന്ന പ്രദേശം സ്വിറ്റ്സർലാൻഡിലുള്ളത്. ഈ ജനീവയിലാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബോഡീസ്, ഈ UN പോലത്തെ പല സംഘടനയുണ്ട്, UN അണ്ടറിൽ വരുന്ന പല ചെറുതും വലുതുമായ ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ്റെ ഇടയിലുള്ള ഇന്ത്യയുടെ പവറും ഇന്ത്യയുടെ സ്വാധീനം ശക്തമാക്കി മാറ്റുവാനും ആ ഓർഗനൈസേഷനുമായിട്ട് ചർച്ച നടത്താനുമായിട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പോകുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 3 യാത്രകൾ, ഈ 3 രാജ്യങ്ങളോടുള്ള സന്ദർശനം കൃത്യമായിട്ട് ഒരു ഡോട്ടഡ് ലൈനായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ബ്രോഡർ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ ഒരു കൃത്യമായ പ്ലാനോടുകൂടി തന്നെ സാമ്പത്തിക മേഖലയിലോട്ട് മാറ്റം കൊണ്ടുവരാനും പ്രത്യേകിച്ച് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നു പറയുന്ന കാര്യം. അതെന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പുതിയൊരു മാറ്റം. ആ മാറ്റം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന മാറ്റമാണ്. ഈ AI യുഗം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾ എവിടെ നോക്കിയാലും AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, അല്ലെങ്കിൽ AIയിലൂടെ വന്നിരിക്കുന്ന വോയിസ്, അങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖല ഇന്ന് ലോകത്തിൻ്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ സാധിക്കും. എങ്ങനെയാണോ പെട്രോൾ കണ്ടെത്തിയ ശേഷം ലോകത്ത് കാര്യമായ മാറ്റം സംഭവിച്ചത്, അതേപോലെ തന്നെ AI വന്ന ശേഷം ലോകത്ത് പല മാറ്റവും സംഭവിക്കുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പലർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ജോലി നഷ്ടപ്പെടുമ്പോഴും പലരും അറിയാതെ പോകുന്ന കാര്യമാണ്, AI പറ്റി മനസ്സിലാക്കിയ ഒരാൾക്ക് അവൻ്റെ ജോലി എളുപ്പമാക്കി മാറ്റാനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് പറയാം. ആ ഒരു കാര്യമാണ് ഗൾഫ് രാജ്യങ്ങൾ എയിം ചെയ്യുന്നത്. ഇന്ന് സൗദി അറേബ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് സൗദി അറേബ്യ $40 ബില്യൺ അമേരിക്കനുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് AI സ്റ്റാർട്ടപ്പുകൾക്ക് നൽകാൻ പോകുന്നു വരുന്ന പ്രഖ്യാപനം നടപ്പാക്കിയത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമല്ല, AIയിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റിയും സൗദി അറേബ്യ ആ ഒരു AI യുഗത്തിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന രാജ്യമായിട്ട് മാറാൻ വേണ്ടിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു പറയുന്ന പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ NVIDIA എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുടെ പല AI ചിപ്സെറ്റും മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സൗദി അറേബ്യയിലെ പല ടെക്നോളജി കമ്പനീസ് ശ്രമിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും വാർത്തകൾ വന്നിരുന്നു. സോ ഈ ഒരു AI യുഗത്തിൽ പല രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു മേഖലയായിട്ടും AI മാറിക്കഴിഞ്ഞു. ആ മേഖലയിലാണ് ഗൾഫ് രാജ്യങ്ങളും ഇന്ന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ മാറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ ഒരു മേഖലയിലോട്ടാണ് ഇന്ത്യൻ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജർമ്മനി ഈ ഒരു AI യുഗത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ടെക്നോളജി പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജർമ്മനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ കൈവശം അത്രമാത്രം മാൻ പവർ അല്ല എന്ന് പറയാം. ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ തന്നെയാണ്. ഈ മനുഷ്യർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മാൻ പവർ, അതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതുവഴി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാറ്റം മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനുമായിട്ടും ഇന്ത്യ ഈ രാജ്യങ്ങളുമായെല്ലാം സഹകരിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാൻ സാധിക്കും. അതിൽ ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ലോക സംഘടനകൾക്കിടയിൽ ഒരു ശക്തമായ മേൽക്കൈ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ പലപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് UN പെർമനന്റ് മെമ്പറായിട്ട് മാറാനുള്ള ആ ഒരു ആവശ്യകത ഉന്നയിക്കുകയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആ കാര്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അറിയിക്കുകയും പല രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യത്തിലോട്ട് അടിവരയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിലെ പല പ്രധാനപ്പെട്ട സംഘടനകളിലും കൃത്യമായ സ്വാധീനം ചെലുത്താനും അവിടെ ശക്തമായ മേൽക്കൈ നേടുവാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അമേരിക്ക തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. അമേരിക്ക ലോകത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഇത്തരം ഓർഗനൈസേഷൻസിൻ്റെയും ടോപ്പിലാണ് നിലനിൽക്കുന്നത്. അമേരിക്ക ആ ടോപ്പ്, ആ ഒരു ഉന്നത പദവി ഇപ്പോഴും നിലനിർത്താനുള്ള കാരണം ആ പദവി, ആ ഒരു അധികാരം എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പല മേഖലയും പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇതേ ഒരു അധികാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റത്തിലോട്ട് കുറച്ചും കൂടെ വേഗത കൂട്ടാനായിട്ട് ഇന്ത്യക്ക് ഈ ബാക്കിയുള്ള രാജ്യങ്ങളുടെയും സപ്പോർട്ടും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യ നൽകുന്ന ഒരു സപ്പോർട്ടും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് സൗദി അറേബ്യക്കാണെങ്കിലും ഗൾഫിലെ പല രാജ്യങ്ങൾക്കാണെങ്കിലും അവർക്ക് ഈ ഒരു AI യുഗത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറേണ്ടതുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ പല പുതിയ കമ്പനീസും AIയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഈ കമ്പനീസും ഇന്ത്യയിലെ പല മേഖലയിലോട്ടുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കൃത്യമായിട്ട് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അതിലൂടെ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, സോ ഇന്ത്യ AI എന്ന് പറയുന്ന യുഗത്തിൽ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം? ഇന്ത്യക്ക് ഇതിനെ സ്വന്തമായിട്ട് മുന്നോട്ട് പോയിക്കോണേ. അവിടെയാണ് ഇന്ത്യക്ക് പലതരം
സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കടികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം തന്നെയാണ്. പലപ്പോഴും ഇന്ത്യ പല മേഖലയിലും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സാമ്പത്തികമായിട്ട് ഇന്ത്യയിലെ പല കമ്പനീസിലും കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള കൂടുതൽ ഉയരത്തിലോട്ട് പോകാനുള്ള സാമ്പത്തിക ഭദ്രതയിലാണെന്ന് പറയാം. അവിടെയാണ് ഈ രാജ്യങ്ങളുടെ ഫണ്ടിങ്ങും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കടന്നു വരും. സോ ആ ഇൻവെസ്റ്റ്മെൻറ്റും ആ രാജ്യങ്ങളുടെ സപ്പോർട്ടും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കൃത്യമായിട്ട് തന്നെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിരിക്കും. ഇനി അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും എയിം ചെയ്യുന്ന ഇന്ത്യയുടെ ഈ എനർജി റിസോഴ്സിൻ്റെ ആ ഒരു ക്രൈസിസിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുമെന്ന് പറയാം. ഇന്ത്യക്ക് ഇപ്പോഴും നാച്ചുറൽ ഗ്യാസിൻ്റെ ആവശ്യകത ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിറവേറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖത്തറുമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഡീൽ സൈൻ ചെയ്തു. $76 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ 20 വർഷം ഇനി നീണ്ടു നിൽക്കുന്ന ഒരു ഗ്യാസ് പ്രൊജക്റ്റാണ് ഇന്ത്യയുമായിട്ട് ഖത്തർ സൈൻ ചെയ്തിരിക്കുന്നത്. ആ പ്രൊജക്റ്റ് വഴി ഇന്ത്യക്ക് ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കാൻ സാധിക്കും. സോ ഇന്ത്യ ഈ നാച്ചുറൽ ഗ്യാസ് അതുപോലെ തന്നെ ഇപ്പോഴും ഇത്തരം നാച്ചുറൽ റിസോഴ്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഭാവിയിലോട്ടും ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയെല്ലാം വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് എത്ര കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കുമെന്ന്. പലപ്പോഴും പല രാജ്യങ്ങളും ഇത്തരം പല നീക്കങ്ങൾ നടപ്പാക്കുമ്പോഴും അവരുടെ അകത്തുള്ള പ്രശ്നങ്ങളും പ്ലസ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഇടപെടലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർക്ക് മാറിയേക്കാം. അതേപോലെ തന്നെ ഇന്ത്യക്കും പല രാജ്യങ്ങളിൽ നിന്ന് പ്രശ്നം ഫേസ് ചെയ്ത് വന്നേക്കാം. പക്ഷേ ഇന്ത്യ എത്രമാത്രം കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പല മേഖലയിൽ സംഭവിക്കുന്ന മാറ്റം ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നേട്ടമായിട്ട് മാറുന്നുണ്ട്. ആ നേട്ടങ്ങൾ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കൃത്യമായിട്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ യാത്രയുടെ ഒരു പിന്നാമ്പുറം എന്താണെന്ന് മനസ്സിലായിരിക്കും. ഇനി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.